കാറ്റത്തെ കിളിക്കുള്ളിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയും സുധീഷും കൂടെ ആണെങ്കിൽ നമ്മളെ സുഭാഷ് ചേട്ടനെ ആലോചിച്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കല്യാണത്തിന് സംബന്ധിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സംസാരിച്ച് എന്താ പറ്റി, സുഭാഷ് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധി പറഞ്ഞേ ഒന്നും പറഞ്ഞിട്ടില്ല, സുഭാഷ് ചേട്ടനെ അറിയത്തില്ല ഞങ്ങളിവിടെ വന്ന എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം നമ്മളൊരു കല്യാണ പന്തൽ വെച്ച് ഒരാളെ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് അവർ ജീവിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് എക്സാക്ട്ലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ സുധീഷിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർ പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, പക്ഷേ ഞങ്ങളുടെ ലൈഫ് മുമ്പോട്ട് അത്ര പോകാനൊരു സുഖകരമായിട്ട് പോകുന്നില്ല. അപ്പം അയാളെ വിചാരം എന്ന് പറഞ്ഞാൽ അയാളല്ലാതെ വേറെ ആരും ഇതെനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അയാളെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മളെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പം ഇവർ സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതല്ല, ഇവരൊരു വാശിപ്പുറത്ത് മാത്രം സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചതാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് അവരവിടെ നിന്ന് പരസ്പരം പിരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. പിന്നെ അതിനുശേഷമാണെങ്കിൽ നമ്മളെ നിധിയും സുധീഷും കൂടെ വന്നിട്ട് നമ്മളെ നിധി ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കയറിയിട്ടാണെങ്കിൽ അവിടെ എത്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പാത്രങ്ങളാണെങ്കിലും വീട്ടിലെത്തിക്കുള്ള പലർക്ക് സാധനങ്ങളൊക്കെ നിധി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കാൻ ബില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, വേണ്ട ഞാൻ കൊടുത്തോളാം, എനിക്കിന്ന് സാലറി കിട്ടിയപ്പോൾ നമ്മളെ വീട്ടിലെത്തിക്കുള്ള സാധനം ഞാൻ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ വീടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നിധി അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ വീട്ടിലേക്ക് എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി അടുക്കളയിൽ വെച്ച് എല്ലാം എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷാണെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്തങ്ങ് വെക്കുക, അലമാര വെക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, അങ്ങനെല്ലാം വെക്കേണ്ട, എല്ലാം കഴുകി പിറകി ഉണക്കിയൊക്കെ വേണം വെക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ നമുക്കിത് കഴുകി വൃത്തിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനല്ല സുധീഷ് വേണം ഇതെല്ലാം കഴുകി വൃത്തിയാക്കാനെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ചേട്ടനും നികേഷും കൂടെ കിടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷ് നല്ലൊരു പണി കിട്ടിയല്ലോ, അപ്പം ആ ഒരു കാര്യം ഓർത്തിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ പാത്രമൊക്കെ നമ്മളെ നിധി പറഞ്ഞില്ലേ, അങ്ങനെ പിന്നെ നമ്മളെ സുധീഷ് പാത്രമൊക്കെ കഴുകിയൊക്കെ എടുത്തൊക്കെ എല്ലാം തുടച്ചൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഹരീഷ് ആണെങ്കിൽ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ നീതു ആണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മളെ ഹരീഷ് ആണെങ്കിൽ ദേഷിച്ചൊക്കെ സംസാരിക്കുക നീതുവിൻ്റെ അടുത്ത്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും നിനക്ക് നമ്മളെ കല്യാണം നടക്കണം, ആ ഒരു ചിന്തയല്ല, നിനക്ക് വേറെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുവേണ്ടി സുഭാഷ് ചേട്ടൻ ആരെ കെട്ടിയാലും നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷ് ആണെങ്കിൽ ദേഷ്യം ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ പുറത്ത് നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ അകത്ത് വന്നിട്ട് നമ്മളെ നീതുവിനെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു കല്യാണം നടക്കത്തില്ല, എല്ലാം അവസാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നീതുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നീതുവിൻ്റെ ചേട്ടനെ പിടിച്ച് പുറത്തൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.